يلا بسم الله والحمد لله الصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين ثم ما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കദാലിക കിദ്ന ലിയൂസുഫ്, ഇതുപോലെ യൂസുഫിന് വേണ്ടി നാം കൈത് പ്രയോഗിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചു എന്ന് പറയുന്നത്. കിദ്ന ലി യൂസുഫ്, യൂസുഫിന് വേണ്ടി കൈത് പ്രയോഗിച്ചു. അപ്പോൾ നമ്മൾ കൈതുമായി ബന്ധപ്പെട്ട് സൂറത്ത് യൂസുഫിൽ വന്നത്, സൂറത്ത് യൂസുഫിൽ കുറേ തന്ത്രങ്ങളുടെ വിഷയങ്ങളാണല്ലോ. പിന്നെ ഇസ്ലാമിൽ തന്ത്രങ്ങൾ പാടുണ്ട ആ വിഷയത്തിൽ ഈ തന്ത്രം ആകാവുന്നിടം പറഞ്ഞു, തന്ത്രം പാടില്ലാത്ത വിഷയം പറഞ്ഞു. പാടില്ലാത്ത വിഷയം പറഞ്ഞപ്പോൾ ആ പാടില്ലാത്ത അള്ളാഹിനോടുള്ള തന്ത്രമായിരിക്കും. അലൈക്കും സ്സലാം. അള്ളാഹിനോടുള്ള തന്ത്രമായിരിക്കും. അള്ളാഹ് തന്ത്രം പ്രയോഗിച്ചു എന്നാണ്. പക്ഷേ ദീനിൽ ചില ആളുകൾ തന്ത്രം പ്രയോഗിക്കുമ്പോൾ അള്ളാഹിനോടുള്ള തന്ത്രമാണ്. അങ്ങനെ അള്ളാഹിനോട് തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യും? അള്ളാഹു അവരോട് തന്ത്രം പ്രയോഗിക്കും. അത് അള്ളാഹിൻ്റെ ശിക്ഷയായിരിക്കും. അങ്ങനെ ചില വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ അവസാനം മാകാൻ ലി അഖുദ അഖാഹു ഫീ ദീനിൽ മലിക് ഇല്ലാ അൻ യശാ അല്ലാഹ് നർഫഉ ദറജാതിൻ മൻ നശാ, നർഫഉ ദറജാതിൻ മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവരെ പദവികളിൽ നാം ഉയർത്തും എന്ന് പറഞ്ഞു. അത് ബിൽ ഇൽം, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ പദവികൾ ഉയർത്തലും അത് അറിവ് കൊണ്ടാണ്, വിജ്ഞാനം കൊണ്ടാണ്. വിജ്ഞാനം നേടുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദറജാത്തിൽ ഉയർത്തും എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് സൂറത്ത് യൂസുഫിൽ ഇങ്ങനെ പറഞ്ഞു. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞു. നർഫഉ ദറജാതിൻ മൻ നശാ ഇന്ന റബ്ബക ഹകീമുൻ അലീം എന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് നർഫഉ ദറജാതിൻ മൻ നശാ എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്നവരെ നാം പദവികളിൽ ഉയർത്തും. അത് ബിൽ ഇൽം, അറിവ് കൊണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അവരെ അറിവ് അഭ്യസിക്കുന്നത് കൊണ്ട്, വിജ്ഞാനം നേടുന്നത് കൊണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവസാനം ഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, നമ്മളതിൻ്റെ ഉദ്ദേശമൊക്കെ പറഞ്ഞിന് അല്ലേ. ഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ ഇൽമുള്ളവൻ്റെയും മീതെ അലീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ആവശ്യം പറഞ്ഞു. ഇനി ഇവിടെ പറയുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരന്മാരുടെ പ്രതികരണം. ഇവർ പറഞ്ഞല്ലോ വമാ കുന്നാ സാരിഖീൻ, ഞങ്ങൾ ആരല്ല, വമാ കുന്നാ സാരിഖീൻ, ഞങ്ങൾ മോഷ്ടാക്കളല്ല എന്ന് പറഞ്ഞു. ഏത് വിഷയത്തിൽ? രാജാവിൻ്റെ സുവാഅ് നഷ്ടപ്പെട്ട വിഷയത്തിൽ. ഞങ്ങൾ മോഷ്ടാക്കളില്ല എന്ന് അവർ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ അവരൊക്കെ സന്നിഹിതരായിരിക്കുക, ആളുകളായിരിക്കുകയാണ് എന്ത് ചെയ്തത്, മോഷണ വസ്തു എന്ത് ചെയ്യുന്നത്, അതിനെ പുറത്തു കൊണ്ടിരുന്നത്. എവിടുന്നാണ് പുറത്തു കൊണ്ടിരുന്നത്? യൂസുഫിൻ്റെ ഈ സഹോദരങ്ങളിൽ ഒരാളുടെ ഭാണ്ഡത്തിൽ നിന്നാണ്. അപ്പോൾ അതെന്താ, ഞങ്ങൾ മോഷ്ടാക്കളല്ല എന്ന് അവർ കട്ടായം പറഞ്ഞ്, ഉറപ്പ് പറഞ്ഞ് അവർ നിൽക്കുമ്പോഴാണ് അവരിൽ ഒരാളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പുറത്തെടുക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ആ എളിഭ്യത, ആ എളിഭ്യതയോടുള്ള അവരുടെ പ്രതികരണമാണിത്. ഖാലു, സഹോദരങ്ങൾ പറഞ്ഞു, ഈ യസ്രിഖ് അവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആരാ? ബിന്യാമീൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബൽ, ഫഖദ് സറഖ്, തീർച്ചയായും മോഷ്ടിച്ചിട്ടുണ്ട്. അഖുല്ലഹു അവൻ്റെ ഒരു സഹോദരൻ, മിൻ ഖബൽ ഇതിന് മുമ്പ്. ഇവർ ഇപ്പം ഇവിടെ ഈ മോഷണ വസ്തു തെരയുമ്പോൾ കൂടെ ആരുണ്ട്? അസീസ് ആരാ? അസീസ് അവിടുത്തെ പ്രഭുവാണ്, സ്ഥാനപതിയാണ്. അയാൾ ഉൾപ്പെടെയാണ് തെരയുന്നത്. അപ്പോൾ ഇവർക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വാഖ്ബലു അലൈഹിം മാദാ തഫ്ഖിദൂൻ എന്ന് പറയല്ലേ, എന്താ നിങ്ങൾ തിരയുന്നത്, എന്താ നഷ്ടമായത്, എന്നിട്ട് ഇവർ വന്നിട്ട് എന്ത് ചെയ്യുന്നത് അങ്ങനെ പറയുന്നത്.
അങ്ങനെ ആ പൂർണ്ണ ഉറപ്പിൽ അവർ പെരുമാറുമ്പോൾ പെട്ടെന്ന് ഇത് എടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ജാള്യത, ഇളിഭ്യത, അതിൻ്റെ പ്രതികരണമാണ് ഖാലു ഇൻ യസ്രിഖ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇവിടെ വിഷയം, ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവനുള്ള ഒരു സഹോദരൻ, ഇവനുള്ള സഹോദരൻ എന്നുണ്ടെങ്കിൽ ആ സഹോദരൻ ആരുടെ സഹോദരൻ തന്നെയാണ്? യൂസുഫ് അലി അല്ല, ഇവരുടെ സഹോദരൻ അല്ലേ? അവരിൽ പിന്നെ ഈ 10 പേരും നമ്മൾ പറഞ്ഞ 4 ഉമ്മാർക്കാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് റാഹേൽ ബിന്ത് ലാബാൻ, അതിലാണ് ആര്? ഈ യൂസുഫും ബിനിയാമീനും. പിന്നെ ലിയ അല്ലെങ്കിൽ റാഷേലാണ് പിന്നെ 6 പേര്. പിന്നെ സുൽഫ, ബൽഹ, ഇവരിലാണ് ഈ രണ്ട് പേര്. നമ്മളതിൻ്റെ ചരിത്രം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അഖുല്ലഹു എന്ന് പറയാൻ കാരണം ഇവർ അദ്ദേഹത്തിനുള്ള ഒരു സഹോദരൻ എന്നുള്ളത് യൂസുഫിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഉമ്മത്തെ സഹോദരൻ. ആ ഉമ്മത്തെ സഹോദരൻ റാഹേലിലുള്ള പിന്നെ മകനാണ്, യൂസുഫിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രയോഗത്തിൽ ഉണ്ടല്ലോ, ഇപ്പോഴും അവരുടെ മനസ്സിൻ്റെ ഇത് പോയിട്ടില്ല, അസൂയ പോയിട്ടില്ല. കാലെത്രയായി? യൂസുഫിനെ കുറിച്ചുള്ള ഇതുണ്ടല്ലോ, അവരുടെ ആ പക പോയിട്ടില്ല. വർഷങ്ങൾ എത്രയായി? ആ യൂസുഫിനെ അവരാണ് ശരിക്കും മോഷ്ടാക്കൾ. വാപ്പാൻ്റെ അടുത്ത് നിന്ന് പറിച്ചു കൊണ്ടുപോയിട്ട് കിണറ്റ് കൊണ്ടുപോയിട്ട് അവരാണ് യഥാർത്ഥത്തിൽ മോഷ്ടാക്കൾ. അപ്പോൾ അവരുടെ ആ പക പോയിട്ടില്ല. ഏതായാലും അവർ പറയുന്നത് ഈ യസ്രിഖ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ, ഇതിനു മുമ്പ് അവൻ്റെ ഒരു സഹോദരൻ തീർച്ചയായും മോഷ്ടിച്ചിട്ടുണ്ട്. അതവർ പറയുന്ന കളവാണ്. തഫ്സീറുകളിൽ ഇവരെന്തുദ്ദേശിച്ചിട്ടാണ് പറയുന്നത്? ഈ അഖുല്ലഹു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂസുഫാണ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. യൂസുഫ് എന്താണ് മോഷ്ടിച്ചിട്ടുള്ളത്? യൂസുഫ് ഒരിക്കലും മോഷ്ടിച്ചിട്ടില്ല. പക്ഷേ ഈ തഫ്സീറുകളിൽ, അതേപോലെ ഇസ്രായേലി കഥകളിൽ പിന്നെ ഭക്ഷണ തലികയിൽ നിന്ന് എന്തോ ഒരു പിന്നെ മാംസം കുറകോ മറ്റോ പിന്നെ യൂസുഫ് എടുത്ത ഒരു ചരിത്രം പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ ഇളയമ ലിയ അല്ലെങ്കിൽ റാഷേൽ അവരാരാധിച്ചിരുന്ന ഒരു വിഗ്രഹത്തെ മോഷ്ടിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചില കഥകൾ പറയുന്നുണ്ട്. എല്ലാം കളവാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പച്ച കളവാണ് ഇവർ ഈ പറയുന്നത്. ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ എന്നുള്ളത്. ഏതായാലും ഇവർ ഈ പിന്നെ പറയാണ്, ഈ അസീസ് ഉൾപ്പെടെയുള്ള ആളുകളോട് പറയാണ്, അവരുടെ ലഭ്യതയിൽ ജാള്യതയിൽ ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇവൻ്റെ ഒരു സഹോദരനും മോഷ്ടിച്ചിട്ടുണ്ട് എന്ന്. ഫഅസറഹ യൂസുഫ് ഫീ നഫ്സിഹി വലം യുബ്ദിഹ ലഹു. എന്താ ഫഅസറഹ? എന്താ അസറ? ഇവരിത് പറഞ്ഞപ്പോൾ അസറ എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കി. അസറഹ, അതിനെ രഹസ്യമാക്കി. ആര് രഹസ്യമാക്കിയത്? യൂസുഫ് രഹസ്യമാക്കിയവിടെ ഫീ നഫ്സിഹി, തൻ്റെ നഫ്സിൽ. വലം യുബ്ദിഹ ലഹും. എന്താ വലം യുബ്ദി അദ്ദേഹം യുദ്ഹിർ പ്രകടമാക്കിയില്ല. വലം യുദ്ഹിർ അദ്ദേഹം പ്രകടമാക്കിയില്ല അത് ലഹും അവരോട്. അപ്പോൾ എന്താ ഈ ഇത് കുറേ മസാലകളാണ്, കുറേ വിഷയങ്ങൾ നമുക്ക് പറയാം. ഏതായാലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ മനസ്സിൽ അതിനെ പിന്നെ സ്വകാര്യമാക്കി, അതിനെ അവർക്ക് പിന്നെ പ്രകടമാക്കിയില്ല, വ്യക്തമാക്കിയില്ല. ഖാല, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അൻതും ഷർറും മക്കാന, അൻതും നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സഹോദരങ്ങൾ, ഷർറും മക്കാനൻ എന്ന് പറഞ്ഞാൽ ഷർറുൻ ഹാലത്തൻ. ഷർറ് എന്ന് പറഞ്ഞാൽ അഷർ എന്നാണ്, ഇസ്മു തഫ്ദീലാണ്. അഷർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശം, മക്കാനൻ എന്ന് പറഞ്ഞാൽ ഹാലത്തൻ അവസ്ഥ, മോശമായ അവസ്ഥ. ഹാലത്തൻ, നിങ്ങളാണ് ഏറ്റവും മോശമായ അവസ്ഥയിലുള്ളവർ എന്ന് പറഞ്ഞതാണ്. ഖാല അൻതും ഷർറും മക്കാനൻ, നിങ്ങളാണ് ഏറ്റവും മോശമായ അവസ്ഥയിലുള്ളവർ. ഈ ബിന്യാമീനോട് ഇവരിങ്ങനെ പിരാഗി എന്നാണ് ഇവർ പിന്നെ എല്ലാവരും നിൽക്കണം. ബിന്യാമീൻ ഇവരുടെ കൂട്ടത്തിലുണ്ടല്ലോ, ഇത് തിരഞ്ഞെടുത്ത് എടുക്കുമ്പോൾ അവർ പറയാണ്, യാ അബിന റാഹീൽ പിന്നെ റാഹീലിൻ്റെ മക്കളെ, നിങ്ങൾ കാരണത്താലാണ് ഞങ്ങൾക്ക് എല്ലാ മുസീബത്ത് ഏൽക്കേണ്ടി വന്നതെന്ന് പറഞ്ഞതാണ്.
അപ്പോൾ പിന്നെ ബിന്യാമീൻ പറഞ്ഞു എന്നാണ്, ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഏൽക്കേണ്ടി വന്നതാണ്, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ കേൾക്കേണ്ടി വന്നതിനേക്കാൾ കടുത്തത് എന്ന് പറഞ്ഞു എന്നൊക്കെ തഫ്സീറിൽ കാണാം. ഏതായാലും ഇവർ പിന്നെ ഇത് പറഞ്ഞപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അൻതും ഷർറും മക്കാനൻ, നിങ്ങളാണ് ഏറ്റവും അവസ്ഥ മോശമായവർ എന്ന് പറഞ്ഞു. വല്ലാഹു ആലമു ബിമാ തസിഫൂൻ, അല്ലാഹു ആലം ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു, ബിമാ തസിഫൂൻ നിങ്ങൾ വിശേഷിപ്പിക്കുന്നതിനെക്കുറിച്ചല്ല ഒക്കെ നമുക്ക് പറയാം. ഇവിടെ ബിന്യാമീൻ ഒന്നും പറയുന്നില്ലല്ലോ, ബിന്യാമീൻ ഒന്നും പറയുന്നില്ല. ബിന്യാമീൻ എന്താണ്? കാരണം ബിന്യാമീനെ അറിയാം അല്ലേ? കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ഇത് ബിന്യാമീനോട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നടക്കുമെന്നുള്ള വിഷയം. ഇതിലൊരു മസ്അല പ്രധാനപ്പെട്ടത് അൽ മുത്തഹം ലൈസ ബി മുജ്രിം എന്നാണ്. അൽ മുത്തഹം എന്ന് പറഞ്ഞാൽ കുറ്റാരോപിതൻ, ലൈസ ബി മുജ്രിം എന്താ, ഒരിക്കലും കുറ്റവാളിയല്ല. അതൊരു തത്വമാണ്. അൽ മുത്തഹമു ലൈസ ബി മുജ്രിമിൻ, എല്ലാ കുറ്റവാളികളും അല്ല, എല്ലാ കുറ്റാരോപിതരും കുറ്റകൃത്യം ചെയ്തവരല്ല. അതിനുള്ള തെളിവാണ് ഇത്. എങ്ങനെ തെളിവാണ് ഇത്? എല്ലാ കുറ്റാരോപിതരും കുറ്റവാളികളല്ല എന്നുള്ളതിന് ഇതിൽ തെളിവെന്താ? കുറ്റാരോപിതൻ ആരാ ഇവിടെ? ബിന്യാമീൻ മോഷ്ടിച്ചു എന്നുള്ളതാണ് അല്ലേ? ഇപ്പം സഹോദരങ്ങളൊക്കെ എഗ്രി ചെയ്യാണ്. ഇൻ സറഖ് അല്ല ഈ യസ്രിഖ്, അവൻ കട്ടിട്ടുണ്ട് എങ്കിൽ, അപ്പോൾ അവർ കട്ടു എന്നുള്ളത് യൂസുഫിൻ്റെ മേലിൽ ബിന്യാമീൻ്റെ മേലിൽ ചാർത്തയാണ്. ഫഖദ് സറഖാഹു. അപ്പോൾ പിന്നെ ഈ ബിന്യാമീൻ കുറ്റാരോപിതനാണ്, പക്ഷേ കുറ്റവാളിയല്ല. അതുകൊണ്ട് തന്നെ ഏതൊരു കുറ്റാരോപിതരെയും പെട്ടെന്ന് ശിക്ഷ വിധിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പാടില്ല. കുറ്റാരോപിതരാണ് എങ്കിൽ ആ കുറ്റകൃത്യം അയാളിൽ സ്ഥിരീകരിക്കപ്പെടണം, അന്വേഷണ വിധേയമാകണം, സ്ഥിരീകരിക്കണം, എന്നിട്ടേ ശിക്ഷ വിധിക്കാനും. അതേപോലെ തന്നെ ഈ കുറ്റാരോപിതന് മേലിൽ കുറ്റം ഏൽപ്പിക്കാനും വിധിക്കാനും പാടുള്ളൂ എന്നുള്ളതാണ്. അതിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ താരീഖിൽ കുറേ സംഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. അതിലൊന്ന്, ഖൈറുവാൻ ഭരിച്ച് ഇരുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, അഹ്മദ് ബിൻ ഇബ്രാഹിം അൽ അഗ്ലബ്. അൽ അഗ്ലബ് എന്ന് പറയുന്ന ഒരു കുടുംബമാണ് പിന്നെ അന്ന് ഖൈറുവാൻ ഭരിച്ചിരുന്ന ഒരു കാലത്ത്. അപ്പോൾ ഈ അഹ്മദ് ബിൻ ഇബ്രാഹിം അല്ലെങ്കിൽ ഇബ്രാഹിം ഇബിൻ അഹ്മദ് അൽ അഗ്ലബ്, ഇബിൻ അൽ അഗ്ലബ് എന്ന് പറയുന്ന ഭരണാധികാരി ഭയങ്കര ചരിത്രങ്ങളുള്ള വലിയ ഭരണാധികാരിയാണ്. ഖൈറുവാൻ നമ്മൾ എവിടെ ഖൈറുവാൻ? ഖൈറുവാൻ തുനീഷ്യയിലല്ലേ? തുനീഷ്യയിലാണ് ഖൈറുവാൻ. അൽ ഖൈറുവാനി, ഇബ്നുൽ ഖൈറുവാനി ഒക്കെ എത്ര പണ്ഡിതന്മാരുണ്ട്. ഏതായാലും ഖൈറുവാൻ ഭരിച്ചിരുന്നു അൽ അഗ്ലബി എന്ന് പറയുന്ന ഒരു കുടുംബം, അഗ്ലബികൾ. അതിൽ ഒരു ഭരണാധികാരിയാണ് ഇബ്രാഹിം ബിൻ അഹ്മദ് ബിനുൽ അഗ്ലബി ബിനു അഹ്മദ് ബിനു അൽ അഗ്ലബ് എന്ന് പറഞ്ഞിട്ടൊരു ഭരണാധികാരി. ഹിജറയുടെ 280-ൻ്റെയും 90-ൻ്റെ ഇടയിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഹിജറയുടെ 280-ൻ്റെയും 90-ൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടെങ്കിൽ 3-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവില് ഈജിപ്റ്റ് ഖൈറുവാൻ ഭരിച്ച ഭരണാധികാരി. വിഷയം പിന്നെ ഒരു വ്യക്തി സുബഹി സംസ്കാരത്തിന് പോകുമ്പോൾ കൊല്ലപ്പെട്ടു. ഒരു വ്യക്തി സുബഹി സംസ്കാരത്തിന് പോകുമ്പോൾ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ ഒരു വ്യക്തി നെഞ്ചിൽ കടാര കുത്തിയിറക്കിയിട്ട് പിന്നെ അദ്ദേഹത്തെ വീഴ്ത്തി പാഞ്ഞു. ആ വഴിയെ മറ്റൊരു വ്യക്തി വരികയാണ്. ആ വ്യക്തി വരുമ്പോൾ പിന്നെ ഇയാൾ കടാര നെഞ്ഞത്തെ എത്തി കിടക്കുകയാണ് അല്ലേ? അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്ത് കടാര ഊരി, കാരണം ഇത് ഊരിയിട്ടുണ്ടെങ്കിൽ ഒരു വേള രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് കടാര ഊരിയേക്കിന് എന്ത് ചെയ്ത് ബ്ലഡ് ചീറ്റി ഇയാളെ മേത്തേക്ക്, ഇയാളുടെ കയ്യിൽ കടാര മേത്ത് രക്തം. അപ്പോഴത്തേക്ക് ഈ കൊല്ലപ്പെട്ടവൻ്റെ ആളുകൾ ഓടി വന്ന് നോക്കുമ്പോൾ ഇത് ചെയ്തോ പാഞ്ഞ് ഇയാൾ കത്തിയേറ്റ് നിൽക്കുക, ചോര മേത്ത്. അതിൽ ഇയാൾ ഇവരെ പിടികൂടി, ഇയാളുടെ മക്കളെ പിടികൂടിയിട്ട് എന്ത് ചെയ്ത് ഭരണാധികാരിൻ്റെ അടുത്ത് കൊണ്ടുവന്ന്, ഖൈറുവാൻ്റെ ഭരണാധികാരി ഇബ്രാഹിം ബിനുൽ അഹമ്മദ് ബിനുൽ അഗ്ലബിൻ്റെ അടുത്ത് കൊണ്ടുവന്ന്. എന്നിട്ട് പറഞ്ഞ് ഇയാൾ ഞങ്ങളെ വാപ്പാനെ വധിച്ച വ്യക്തിയാണ്,
അപ്പോൾ ഭരണാധികാരി ചോദിച്ചു, നിങ്ങൾ ഇയാളെ ഒരു വാപ്പാനെ കൊന്നെന്ന് ചോദിച്ചു. അപ്പം അയാൾക്ക് നിഷേധിക്കാൻ പറ്റില്ല, കാരണം കടാര കയ്യിൽ രക്തം മേത്ത്. അയാൾ ഉടനെ സമ്മതിച്ചു, ഞാനാണ് കൊന്നതെന്ന് സമ്മതിച്ചു, എന്ന് എതിർത്തില്ല. അപ്പോൾ ഭരണാധികാരി പറഞ്ഞ്, നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ നിങ്ങളെ കാര്യം തീരുമാനിക്കേണ്ടത് അവരാണ്. അവരോട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കിസാസ് വേണമെന്നാണ്, ഞങ്ങൾക്ക് തിരിച്ചു കൊല്ലണമെന്നാണ്. അപ്പോൾ ഭരണാധികാരി പറഞ്ഞു, ഭരണാധികാരി അങ്ങനെ ഇടപെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയാളുടെ ദിയ തരാം, ബ്ലഡ് മണി തരാം, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ വലിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ജാസ്തി തരാം, ഏറെ തരാം, നിങ്ങൾ അയാൾ വിട്ടൽ എന്ന് പറയുന്നു. പറഞ്ഞില്ല, അല്ല, ഞങ്ങളുടെ വാപ്പാൻ്റെ രക്തമാണ് ഇയാളെ മേത്ത്, ഞങ്ങളെ വാപ്പാനെ കത്തിയാണ് അയാളുടെ കയ്യിൽ, പറ്റൂല എന്ന് പറയുന്നു. അപ്പം പറഞ്ഞെന്നാൽ കൊണ്ടുപോയിട്ട് പ്രതിക്രിയ ചെയ്യാൻ പറയുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് പ്രതിക്രിയ ചെയ്യുമ്പോൾ സാക്ഷികളുണ്ടാവും, ആളുകളുടെ സമക്ഷത്തിൽ അത് ചെയ്യാം. അപ്പോൾ ഇയാളെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ മക്കൾ തീരുമാനിക്കണം. അതിന് ആളുകളൊക്കെ നോക്കി നിൽക്കെ ആൾക്കൂട്ടുന്ന ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞ്, അയാളല്ല കൊന്നത്, ഞാനാണ് കൊന്നത്, അയാളല്ല കൊന്നത്, ഞാനാണ് കൊന്നത് നിങ്ങളുടെ വാപ്പാനെ എന്ന് പറയാം. അപ്പോൾ പിന്നെ ആകേഷ്കാലായി. അപ്പോൾ എന്ത് ചെയ്ത്, രണ്ടാളെയും പിടിച്ച് പിന്നെയും ഇമാമിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. അതിന് ഇമാമിനോട് ഇമാം ചോദിച്ച് ഇദ്ദേഹത്തോട്, പിന്നെ നിങ്ങളാണോ കൊന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, രണ്ടാമൻ ഞാനാണ് കൊന്നത്, അയാളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇമാം ഇയാളോട് ചോദിച്ചു, നിങ്ങളെന്തിനാ ആദ്യം എന്നാ ഇഖ്റാർ ചെയ്ത് സമ്മതിച്ച്? അത് പറഞ്ഞ്, പിന്നെ സാഹചര്യ തെളിവ് മുഴുവൻ എനിക്കെതിരിൽ, കത്തി എൻ്റെ കയ്യിൽ, രക്തം എൻ്റെ മേത്ത്, അയാളാണെങ്കിൽ ആ സമയത്താണ് കൊല്ലപ്പെട്ടിട്ട് ചൂടാറുന്നത്, ഞാൻ ജയിറ്റ് നിൽക്കുമ്പോഴാണ്. ഇനി ഞാൻ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കോളം എന്നെ അടിക്കും, എന്നെ ദ്രോഹിക്കും, ഞാൻ സമ്മതിക്കോളം ഞാൻ ശിക്ഷാവിധേയനാകും. അപ്പോൾ അതിലേറെ നല്ലത് ഒറ്റ അടിക്കാന്നുണ്ട്. ആ നിലയ്ക്ക് ഞാൻ സമ്മതിച്ചാണ്, ഞാൻ കൊന്നിട്ടില്ല എന്ന് പറയാം. അയാൾ എഗ്രി. അപ്പോൾ പിന്നെ അയാളോട് ചോദിച്ച്, പിന്നെ നിങ്ങളാണോ വധിച്ചതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനാണ് വധിച്ചത്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ സമ്മതിച്ചിരിക്കെ ഇനി എനിക്ക് അതിൽ തീരുമാനാധികാരമല്ല. ഭരണാധികാരി പറഞ്ഞു, അവരോട് പറഞ്ഞ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ രണ്ടാമൻ്റെ ദിയ തരാം, ഞാൻ നിങ്ങൾക്ക് വേറെയും തരാം, നിങ്ങൾ അയാളെ വിടുകയാണെങ്കിൽ എന്ന് പറയാം. അപ്പോൾ അയാൾ പറഞ്ഞില്ല, ഞങ്ങളെ വാപ്പാനെ വധിച്ച് എന്ന് അയാൾ എഗ്രി ചെയ്താണ്, അയാളെ വധിക്കണം എന്നറിയാം. അങ്ങനെ ഭരണാധികാരി എന്നാൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ജനസമക്ഷം ഇയാളെ ഇവർ വധിക്കാൻ നിൽക്കുമ്പോണ്ട് കൂട്ടുന്ന ഒരാൾ പറയുന്നു, ഒന്നാമത്തെ ആളുമല്ല രണ്ടാമത്തെ ആളുമല്ല, ഞാനാണ് ഇയാളെ വധിച്ചത്, നിങ്ങളെ വാപ്പാനെ വധിച്ചത് എന്ന് പറയും. അപ്പോൾ പിന്നെയും വീണ്ടും ഇഷ്കാലായില്ലേ. അപ്പോൾ മൂന്നാളെയും പിന്നെയും കൊണ്ടുപോയി ഭരണാധികാരിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ട് മൂന്നാമനോട് ചോദിച്ചു, നിങ്ങളാണോ വധിച്ചത്? പറഞ്ഞു, യഥാർത്ഥ ഘാതകൻ ഞാനാണ്. അയാളുടെ കാരണങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ ആളാണ് വധിച്ചതെന്നുള്ളത് ഉറപ്പായി. അപ്പോൾ ഭരണാധികാരി ചോദിച്ചു ഇയാളോട്, നിങ്ങളെന്തിനാണ് പിന്നെ ഇത് ഏറ്റെടുത്ത്? അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ഒരു കാലത്തൊരു പാപിയായിരുന്നു, ദോഷിയായിരുന്നു, ഞാൻ കുറേ ആളുകളെ കൊന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ പിന്നീട് പശ്ചാത്തപിച്ച് മടങ്ങി, എൻ്റെ പിൽക്കാലം ഇപ്പോൾ വളരെ ഇതിലാണ്. പക്ഷേ ഞാൻ ഈ സുബൈ നമസ്കാര സമയത്ത് എൻ്റെ വീട്ടിൻ്റെ ജനലഴിയിലൂടെ നടക്കുമ്പോൾ, ആദ്യം കൊല്ലപ്പെട്ട വ്യക്തി ഉണ്ടായില്ല, അയാൾ നടന്നു വരുമ്പോൾ ഒരു വ്യക്തി അയാളെ വീഴ്ത്തി കുത്തി പായണത് ഞാൻ കണ്ട്. പിന്നെ ഈ ആദ്യം കുറ്റമേറ്റ ആളുണ്ടല്ലോ, അയാൾ ആ വഴിയെ വരികയാണ്. വരുമ്പോൾ ഇദ്ദേഹം ഒരു കടാരി ഏറ്റി കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം രക്ഷപ്പെടുത്താനെന്നുള്ളത് അത് വലിച്ചൂരി. അപ്പോൾ രക്തം ചീറ്റി അയാൾ നിൽക്കുമ്പോഴാണ് ഇയാളെ മക്കളൊക്കെ പാട് ഓടി എന്നിട്ട് ഇയാളെ പിടിക്കണത്. അയാൾ നിരപരാധിയാണെന്നുള്ളത് എനിക്ക് 100% അറിയാം. അയാൾ കുത്തിയ ആൾ വേറെയുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഇയാൾ ഒരു നിരപരാധി കൊല്ലപ്പെടുന്ന സമയം ഞാനത് ഏൽക്കുകയാണ് എങ്കിൽ ഒരു വേള എൻ്റെ ഗതകാലത്തെ പല കുറ്റങ്ങളുണ്ടല്ലോ, അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എനിക്കൊരു മാപ്പ് കിട്ടിയേക്കാം, എൻ്റെ ഒരു പശ്ചാത്താപത്തിൻ്റെ പൂർണ്ണതയായേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റെടുത്തതാണെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ആൾ അയാൾ വിചാരണ നടത്തിയപ്പോൾ അയാളാണ് എന്ത് ചെയ്തത്, ഈ കൊലയാളി. അപ്പോൾ ഭരണാധികാരി വീണ്ടും ഈ ഇബ്രാഹിം ബിൻ അഹമ്മദ് ബിൻ അഗ്ലബ് അദ്ദേഹം വീണ്ടും പറഞ്ഞു ഇവരുടെ മക്കളോട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ദിയ പൂർണ്ണമായിട്ട് തരാം, നിങ്ങൾക്ക് വേണ്ടത്ര തരാം, നിങ്ങൾ അയാളെ വിടിയുമെന്ന് പറയാം. അപ്പോൾ അവർ പറഞ്ഞില്ല, വമ്മൻ കുത്തല മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന എന്നാണല്ലോ, കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്കാണ് അധികാരം. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് പ്രതിക്രിയയായിട്ട് കൊന്നേ മതിയാവും, ഞങ്ങൾ വാപ്പാനെ കൊന്നയാളെന്ന് പറയും. അവരുടെ അധികാരി പറഞ്ഞാൽ കൊണ്ടുപോയിട്ട് വധിക്കാൻ പറയുന്നു. അങ്ങനെ ഈ മൂന്നാമൻ കുറ്റവാളിയെ കൊണ്ടുപോയിട്ട് അവർ വധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നിൽക്കുമ്പോഴും അപ്പോഴും ആളുകളൊക്കെ കൂടി
ആളുകൾ കൂടിയിട്ട് ഇദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ച ആളുകളൊക്കെ കാണുമ്പോൾ ഈ മക്കൾ പറയാണ്, അള്ളാഹുവേ നിന്നെ സാക്ഷിയാക്കാണ്. പിന്നെ ഭരണാധികാരി ഇബ്രാഹിം ബിൻ അദ്ഹം ബിനുൽ അഗ്ലബിൻ്റെ ദിയക്കോ വിലായത്തിനോ വേണ്ടിയല്ല ഞങ്ങൾ ഇദ്ദേഹത്തിന് അവർ പറയുന്നത്, ഞങ്ങൾ ഇദ്ദേഹത്തിന് ഇതാ മാപ്പ് നൽകുന്നു ഈ ജനസമക്ഷം. അത് ഭരണാധികാരിയുടെ ഭരണാധികാരി നൽകുന്ന ദായധനത്തിനോ അദ്ദേഹത്തിൻ്റെ വിലായത്തിനോ ഏറെ തരുന്ന പാരിതോഷികത്തിനോ പകരമായിട്ടല്ല, വലാക്കിൻ ലിവജിഹിക ഖാലിസൻ, നിൻ്റെ വജിഹിന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ഇദ്ദേഹത്തെ മാപ്പ് നൽകി വിടുകയാണ് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവർ മോചിപ്പിച്ചു എന്നാണ് ജനസമക്ഷം മാപ്പ് നൽകിയെന്ന്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ചിലർ ഈ സംഭവം എടുത്തു കൊടുത്തു. ഇമാം ദഹബി താരീഖിൽ കൊടുത്ത സംഭവമാണിത്. അപ്പോൾ ഇവിടെ വിഷയം എന്താ? വിഷയം അൽ മുത്തഹം ലൈസ ബി മുജ്രിം, കുറ്റാരോപിതൻ ഒരിക്കലും കുറ്റവാളിയല്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ രണ്ട് ആളുകളുടെ വിഷയം. ഇതിന് സമാനമായിട്ടുള്ള പല സംഭവങ്ങളും പിന്നെ അതിൽ പോലെ ഇമാം ദഹബി ചിലതൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അന്നത്തെ കാലത്ത് നടന്ന കുറേ വിഷയങ്ങൾ. ഏതായാലും ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയാണ്, ഖാലു ഈ യസ്രിഖ് ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബൽ, ഒരു മോഷണം ആരോപിക്കുകയാണ്. പക്ഷേ ആരോപിക്കപ്പെട്ടവൻ ഒരിക്കലും എന്തല്ല, മോഷണം ആ കുറ്റം ചെയ്തവനല്ല എന്ന് മാത്രമല്ല, ഇവർ ബിനിയാമീനെയും മോഷണക്കാരനാക്കി, ഒപ്പം യൂസുഫിനെയും മോഷണക്കാരാക്കി. യഥാർത്ഥത്തിൽ മോഷ്ടാക്കൾ ഇവരാണ്. ഈ യസ്രിഖ് ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബൽ. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഫഅസറഹ യൂസുഫ് ഫീ നഫ്സിഹി. ഞാനിവിടെ ഈ ഹാ എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടത് എന്തിനാണെന്നറിയോ? ഈ ഹാ കൊണ്ട് എന്താ ഉദ്ദേശം? യൂസുഫ് അസറഹ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഈ ഹാ എന്നുള്ളത് ദമീർ ഇത് മടങ്ങുന്നത് ഇതിലേക്കാണ് എങ്കിൽ ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബൽ, ബിനിയാമീൻ്റെ ഒരു സഹോദരൻ ഇതിനു മുമ്പ് മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഈ കലിമത്ത്, ഈ വചനം അത് ഫഅസറഹ യൂസുഫ് ഫീ നഫ്സിഹി, തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു എന്നല്ല, അവിടെ പിന്നെയോ ഒതുക്കി എന്നാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മനസ്സിൽ അത് ഒതുക്കി പിടിച്ചു. വലം യുബ്ദിഹ ലഹു, അല്ലേ? അത് അവർക്കൊരിക്കലും അദ്ദേഹം വെളിവാക്കിയില്ല, പ്രകടമാക്കിയില്ല, വ്യക്തമാക്കിയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുകയോ. ഇത് ആരോടെ പറയുന്നത്? യൂസുഫ് നബിയാണ്, റസൂലാണ്, അസീസ് മിസ്റാണ്. ഉണ്ടോ? ഇവർ പറയുന്നുണ്ട് യാ യുഹൽ അസീസ് എന്ന് പറയുന്നത് ആരോടാ? യൂസുഫിനോടാണ്. ഈ അസീസിനെ കുറിച്ചാണ് ഈ പറയുന്നത് സറഖ അഖുൻ ലഹു മിൻ ഖബൽ എന്ന്. ഇത് മൂത്ത് നോക്കിയിട്ട് പറയുമ്പോൾ ആരായാലും ചാടൂല്ലേ, കാരനെ കുറ്റി പുകയില്ലേ. പിന്നെ ഒരു ഭരണാധികാരിനെ കുറിച്ചൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ അവിടെ ശിരച്ഛേദം നടക്കും. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഫഅസറഹ യൂസുഫ് ഫീ നഫ്സിഹി, തൻ്റെ മനസ്സിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ഒതുക്കി. വലം യുബ്ദിഹ ലഹു എന്നാണ്. അതിൻ്റെ ശിക്ഷയാകട്ടെ, അതിൻ്റെ ഒരു ദേഷ്യമാകട്ടെ ഒന്നും എന്ത് ചെയ്തില്ല, പ്രകടമാക്കിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ഹാ എന്നുള്ളത് ഈ കലിമത്ത് ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബൽ എന്ന ഈ കലിമത്ത് അതിലേക്കാണ് മടങ്ങുന്നത് എന്നാണ് പറഞ്ഞത് ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ. അങ്ങനെയാകുമ്പോൾ അതിനെ മനസ്സിൽ ഒതുക്കി പിടിച്ചു എന്നാണ്. അബൂ ഹയ്യാൻ, അതേപോലെ തന്നെ അബൂ അലി അൽ ഫാരിസി, ഇവരുടെയൊക്കെ തഫ്സീർ അങ്ങനെയാണ്, ഈ ഹാ എന്നുള്ളതിനെ ഇങ്ങോട്ട് മടക്കിയിട്ട്. എന്നാൽ ഒരു വിഭാഗം ഈ ഹാ എന്നുള്ളതിനെ മടക്കിയത് ഇതിലേക്കാണ്, ഇങ്ങോട്ട്. ഫഅസറഹ യൂസുഫ് ഫീ നഫ്സിഹി വലം യുബ്ദിഹ ലഹു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുണ്ടല്ലോ, ഖാല അൻതും ശർറും മകാനൻ, നിങ്ങളാണ് ഏറ്റവും മോശമായ അവസ്ഥയിൽ എന്ന് യൂസുഫ് പറഞ്ഞു എന്നാണ്. ആ പറഞ്ഞത് എവിടെ പറഞ്ഞത്? മനസ്സിലാണ് പറഞ്ഞത്. ഇതൊരിക്കലും എന്ത് ചെയ്തില്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പിന്നെ അവരോട് തുറന്ന് പറഞ്ഞില്ല. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മനസ്സിൽ അതിനെ മറച്ചു പിടിക്കുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ ഫഅസറഹ എന്ന് പറഞ്ഞാൽ ഫഖതമഹ, അല്ലെങ്കിൽ ഫഅഖ്ഫാഹ, അതിനെ മറച്ചു പിടിച്ചു. അപ്പോൾ ഈ പിന്നെ സാധാരണ ദമീർ മടങ്ങി കൊടുക്കാൻ ബാക്കിലേക്കല്ലേ, ഇത് ദമീർ മുന്നിലേക്കാണ്.
അങ്ങനെ മടങ്ങും, അങ്ങനെ പറയും. സമഖ്ശരി, സജ്ജാജ് പോലുള്ളവരൊക്കെ ഈ അഭിപ്രായമാണ് പറഞ്ഞത്. ഫഅസറഹാ യൂസുഫ് ഫീ നഫ്സിഹി വലം യുബ്ദിഹാ ലഹും എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ പറയാൻ പോകുന്നതിലേക്കാണ് ആ ദമീറിൻ്റെ മടക്കം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലോ, കാല അൻതും ഷർറും മക്കാനൻ, നിങ്ങളാണ് ഏറ്റവും മോശമായ അവസ്ഥയിലുള്ളവർ എന്ന് പറഞ്ഞില്ലേ. ഇത് എന്താ മനസ്സിലാണ് പറഞ്ഞത്, മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചു, മനസ്സിൽ പറഞ്ഞു. അതൊരിക്കലും നാവുകൊണ്ട് അവരോട് പറഞ്ഞില്ല എന്നുള്ളത്. അതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അത്രയും എന്താ ഇനി പറയാ, ഇങ്ങനെ പെരുമാറുന്നതിന് എന്താ പറയാ, അറബിയിൽ പറയും തഗാഫുൽ. എന്താ തഗാഫുൽ? അല്ലെങ്കിൽ തഗാബി എന്ന് പറയും. ഗഫ്ലത്ത് നടിക്കുക, അറിഞ്ഞില്ലെന്ന് നടിക്കുക. തഗാബി എന്ന് പറയുന്നത് പൊട്ടത്തരം നടിക്കുക. ഗഫ്ലത്തുണ്ട്. എന്താ ഗഫ്ലത്ത്? ഗഫ്ലത്ത് അശ്രദ്ധയാണ്. ഇത് നല്ല ഗുണ ഗഫ്ലത്ത്. ഗഫ്ലത്ത് ഒരിക്കലും നല്ല ഗുണമല്ല, അശ്രദ്ധ. കാരണം അശ്രദ്ധ മഹാ അപകടമല്ലേ. വഹും ഫി ഗഫ്ലത്തിൻ എന്നൊക്കെ പറഞ്ഞേ, മുഅ്രിദൂൻ എന്നൊക്കെ പറഞ്ഞാൽ ഗഫ്ലത്ത് ഏറ്റവും വലിയ രോഗമാണ്. 2 രോഗങ്ങളുണ്ട്, ഒന്ന് ഖസ്വത്തും മറ്റൊന്ന് ഗഫ്ലത്തും. ഖസ്വത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ കാഠിന്യം, ഗഫ്ലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്രദ്ധ. ഇത് രണ്ടും അപകടം. പക്ഷെ തഗാഫുൽ അശ്രദ്ധ നടിക്കൽ, അതേപോലെ തന്നെ തഗാബി പൊട്ടത്തരം നടിക്കൽ, അത് നല്ല ഗുണമാണ്. മുആവിയ റളിയല്ലാഹു തആല പറയലുണ്ട്, എന്താ അറിയോ, അൽ അഖ്ലു മിക്യാലും, ബുദ്ധി എന്ന് പറഞ്ഞെങ്കിൽ അളവുകോലാണ്. ബുദ്ധി മിക്യാൽ അളവുകോലാണ്. സുലുസുഹു അൽ ഫിത്ന വസുലുസാഹു തഗാഫുൽ എന്നാണ്. സുലുസുഹു അതിൻ്റെ 1/3 ഫിത്നത്തുൻ ബുദ്ധിയാണ്. സുലുസാഹു അതിൻ്റെ 2/3 തഗാഫുലാണ്. എന്താ? കണ്ടില്ലെന്ന് നടിക്കലാണ്. എന്താ പറഞ്ഞത്? കണ്ടില്ലെന്ന് നടിക്കാന്ന് എന്താ? ഈ കണ്ടില്ലെന്ന് നടിക്കൽ എന്താ? കാണാതിരിക്കലും കണ്ടില്ലെന്ന് നടിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുക, എന്നിട്ട് ട്രീറ്റ് ചെയ്യുക, അത് വിജയിക്കുള്ളൂ. അതേപോലെ തന്നെ പൊട്ടത്തരം നടിക്കുക. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയലുണ്ട്, അൽ ആഖിലുൽ കയ്യിസ് എന്നാ ബുദ്ധിമാൻ ആരാണ്? പിന്നെ അൽ ഫത്തിനുൽ മുതഗാഫിൽ എന്നാണ്. മുതഗാഫിലായ ഫത്തിൻ എന്നാണ്, ബുദ്ധിമാനാണ്. അശ്രദ്ധ നടിക്കുന്ന ബുദ്ധിമാനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അതേപോലെ തന്നെ തഗാബി. തഗാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പൊട്ടത്തരം നടിക്കുക. ലൈസൽ ഗബിയു ബി സയ്യിദിൻ ഫി ഖൗമിഹി വലാകിന്ന സയ്യിദ ഖൗമിഹിൽ മുതഗാബി എന്നാണ്. പൊട്ടനൊരിക്കലും നേതാവല്ല, പൊട്ടനൊരിക്കലും നേതാവല്ല. പക്ഷെ പൊട്ടത്തരം നടിക്കുന്നവൻ നേതാവാണ്. പൊട്ടൻ നേതാവാകാൻ പാടില്ല, പക്ഷെ പൊട്ടത്തരം നടിക്കുന്നവനാകണം നേതാവ്. മനസ്സിലായില്ലേ? അപ്പോഴാണ് അയാൾക്ക് തെറ്റിനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ആളുകളുടെ സ്വീകാര്യത നേടാനും കഴിയുള്ളൂ. വലിയൊരു വിഷയമാണത്. എല്ലാം ചികഞ്ഞ് നോക്കുക എന്നുള്ളതല്ല. കാര്യങ്ങൾ അറിയണം അല്ലേ, എന്നിട്ട് അത് ചികിത്സിക്കപ്പെടണം. അതിന് എപ്പോഴും തഗാഫുൽ തഗാബി ഈ 2 ഗുണം ഏറ്റവും പ്രധാനമാണ്. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിച്ചത് അതാണ്. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൂടെ ഫഖദ് സറഖ ലഹു മിൻ ഖബൽ എന്ന് പറഞ്ഞപ്പോൾ അവരെ കൈകാര്യം ചെയ്തൂടെ? പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ കൈകാര്യം ചെയ്തില്ല. കാരണം അവിടെ അത് അവഗണിക്കലാണെന്ത് ബുദ്ധി. കാരണം വേറെ ചില കാര്യങ്ങൾ ഇനി നടക്കാനുണ്ട്, അത് പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗുണം ഉണ്ടാവണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ജൂതന്മാർ സലാം പറയുമ്പോൾ എന്താ പറയുന്നത്? അസ്സാമു അലൈക്കും എന്നാ പറയും. അസ്സാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയില്ല പറയുന്നതിൻ്റെ മാനം എന്താണ്? നിങ്ങൾ മരിക്കട്ടെ എന്നതിൻ്റെ അർത്ഥം, നിനക്ക് നാശമുണ്ടാകട്ടെ എന്നതിൻ്റെ അർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അതുകൊണ്ടാണ് പറയുന്നത് അസ്സാമു അലൈക്കും, നിങ്ങൾക്ക് മരണം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് അപമാനം ഉണ്ടാകട്ടെ എന്ന് പ്രതികരിക്കും. അപ്പോൾ ആയിഷ റളിയല്ലാഹു എന്നോട്ട് അങ്ങനെ പറയല്ലേ എന്ന് റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോൾ നിങ്ങൾ അവർ പറയുന്നത് കേട്ടില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ പ്രതികരിക്കണമെന്ന് നീ കണ്ടില്ലേ? അവർ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ റസൂലുള്ള വാലൈക്കും വാലൈക്കും എന്താ വാലൈക്കും, നിങ്ങളെന്താണ് ഇങ്ങോട്ട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ എന്നുള്ളതാണ്. നിങ്ങൾ മരണമല്ലേ ഉദ്ദേശിച്ച്, നിങ്ങൾ ജൂതരല്ലേ, നിങ്ങളുടെ ഉള്ളിൻ്റെ അവർക്കൊന്നും പോയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവരുടെ ഈ വരവിലും ഇവരോടുള്ള പ്രതികരണത്തിലൊക്കെ ഇതിനേക്കാൾ വലിയ കുറേ കാര്യങ്ങൾ ഇവിടെ നേടാനുണ്ട് ചില. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നത്, പിന്നെ അശ്രദ്ധ നടിക്കുന്നത്. അത് വലിയ ഗുണമാണ്. പിന്നെ അതിൻ്റെ അർത്ഥം ഗഫലത്തല്ല. ഗഫലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഗഫലത്ത് എന്ന് പറഞ്ഞാൽ ബോധപൂർവം അശ്രദ്ധ നടിക്കുന്നതാണ്. ഇവിടെ ഫഅസറഹ യൂസുഫ് ഫീ നഫ്സിഹി വലം യുബ്ദിഹാ ലഹും ഖാല അൻതും ശർറും മകാന വല്ലാഹു അലം ബിമാ തസിഫൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലം ഏറ്റവും നന്നായി അറിയുന്നവനാണ് ബിമാ തസിഫൂൻ, നിങ്ങൾ എന്താ വസ്ഫ് ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം. നിങ്ങൾ വസ്ഫ് ചെയ്യുന്ന നിങ്ങൾ വർണ്ണിക്കുന്നതെല്ലാം. ഈ വസ്ഫ് ചെയ്യുന്നതെല്ലാം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കളവ് പറയുന്നതിനെ കുറിച്ച് എന്നുള്ള ഒരു ധ്വനിയാണത്. നിങ്ങൾ കളവ് പറയുന്നതിനെ കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനാകുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പക്ഷെ അവിടെ ബിമാ തസിഫൂൻ, ഇപ്പം സുബ്ഹാനല്ലാഹി അമ്മാ തസിഫൂൻ അല്ലെങ്കിൽ അമ്മാ യസിഫൂൻ എന്നൊക്കെ പറയില്ലേ, അത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സുബ്ഹാനല്ലാഹി അമ്മാ തസിഫൂൻ അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് അല്ലെങ്കിൽ അള്ളാഹ്ക്ക് പങ്കുകാരുണ്ട്, ഇതിനൊക്കെ പറഞ്ഞു. അതിനോടൊക്കെ അള്ളാഹിൻ്റെ പ്രതികരണമാണ് സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരമപരിശുദ്ധൻ. അമ്മാ തസിഫൂൻ അല്ലെങ്കിൽ അമ്മാ യസിഫൂൻ എന്ന് പറഞ്ഞാൽ അമ്മാ തക്ദീബൂൻ അല്ലെങ്കിൽ അമ്മാ യക്ദീബൂൻ, നിങ്ങൾ കളവ് പറയുന്നതിനെ കുറിച്ച് അള്ളാഹു പരിശുദ്ധനാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഈ പ്രയോഗം തസിഫൂൻ അല്ലെങ്കിൽ യസിഫൂൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രയോഗം ചില മുഫസ്സിരീങ്ങൾ പറയാണ് ഈ തസിഫൂൻ എന്ന് പറഞ്ഞിൽ തന്നെ ഉണ്ടെന്ത്, നിങ്ങളുടെ ഈ കളവിനെക്കുറിച്ച് അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ എന്നൊരാശയം കാണാം. അസറ എന്നുള്ളത് എഴുന്ന് വന്ന് അസറ സിറിൽ നിന്നാണ് അല്ലേ? സിറ് എന്ന് പറഞ്ഞാൽ രഹസ്യം. കുലൂബുൽ അബ്റാർ കുബൂറുൽ അസറാർ എന്ന് പറയും. കുലൂബുൽ അബ്റാർ എന്താ, അല്ലെങ്കിൽ കുബൂറുൽ അഹ്റാർ സ്വതന്ത്രരുടെ കുലൂബ് ഹൃദയങ്ങൾ, കുബൂറുൽ അസറാർ രഹസ്യങ്ങളുടെ ഖബറുകളാണ് എന്നാണ്. രഹസ്യങ്ങളുടെ ശേഖരാണ് അല്ലെങ്കിൽ കേദാരാണെന്നൊക്കെ ഉള്ള അർത്ഥം. സിറ് ഇതാണ് അസ്റാർ, ഇതാണ് സുറൂർ. എന്താ സുറൂർ? സുറൂർ എന്താ? ഫലഖാഹും നദറതൻ വസുറൂറ. സുറൂർ സന്തോഷമല്ലേ? അതിനാണ് ശരീർ. ശരീർ എന്താ? കട്ടിൽ. അതിനാണ് സുറത്ത്. സുറത്ത് എന്താ? പൊക്കിൾ അല്ലേ? ഒക്കെ മറിഞ്ഞിരിക്കുന്നതാണ്. ആരെങ്കിലും കട്ടിൽ പുറത്തുകൊണ്ട് പോയിട്ടിട്ട് കുടുംബത്തിനോടൊപ്പം കിടക്കുമോ? അല്ലല്ലോ, അറൻ്റെ ഉള്ളിലല്ലേ കട്ടിൽ, ഉള്ളിൽ. സുറൂർ സന്തോഷം. സന്തോഷം എവിടെയാണ്? കൽബിനുള്ളിലാണ്. കൽബിലാണ് സന്തോഷം, ഉള്ളിലാണ്. അതേപോലെ തന്നെ സുറത്ത്, മനുഷ്യ ശരീരത്തിൽ സുറത്ത്, അത് എങ്ങനെ വെച്ചിട്ടുള്ളത്? അത് പിന്നെ ഒന്ന് വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ആണ്, മാത്രമല്ല വയറിൻ്റെ തെളിഞ്ഞ സ്ഥലത്തല്ല, പിന്നെ ഉള്ളിൽ ഒരു കുഴിക്കുള്ളിലാണ് പിന്നെ സുറത്ത് പൊക്കിളുള്ളത്. ഒക്കെ ഇതിൽ നിന്ന് വന്നാണ്. സിറ് രഹസ്യം എന്നുള്ള ആ ഒരു സ്വകാര്യത, രഹസ്യം എന്നുള്ള അതിൻ്റെ ആ മൂലത്തിൽ നിന്നാണ് ഇതൊക്കെ വിൽപ്പനാണത്. ഫഅസറഹ യൂസുഫ് ഫീ നഫ്സിഹി വലം യുബ്ദിഹാ ലഹും ഖാല അൻതും ശർറും മകാന വല്ലാഹു അലം ബിമാ തസിഫൂൻ. ഇനി ഇവരുടെ പ്രതികരണം കേട്ടോ. ഖാലു യാ അയ്യുഹൽ അസീസു ഇന്ന ലഹു അബൻ ശൈഖൻ കബീറ ഫഖുദ് അഹദന മകാനഹു ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ഖാലു അവർ പറഞ്ഞു, അവരെന്നാണ് ഈ സഹോദരങ്ങൾ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ പറഞ്ഞു, യാ അയ്യുഹൽ അസീസ്. എന്താ യാ അയ്യുഹൽ അസീസ്? അല്ലയോ അസീസ് ആയവരെ. അസീസ്
പിന്നെ ആ സ്ഥാനപ്പേര് വകവെച്ചിട്ടാണ് അവർ വിളിക്കുന്നത്. അയ്യുഹൽ അസീസ്. ഇന്ന ലഹു, ഇന്ന തീർച്ചയായും, ഇന്ന ലഹു തീർച്ചയായും അവനുണ്ട്. അവന് എന്ന് പറഞ്ഞാൽ പിന്നെ മോഷണം ആരോപിക്കപ്പെട്ട ബിനിയാമീനുണ്ട് അബൻ ഷെയ്ഖൻ കബീറൻ. എന്താ അബൻ? പിതാവുണ്ട്, ഒരു പിതാവുണ്ട്. ആ പിതാവ് ആരാണ്? ഷെയ്ഖൻ. ഷെയ്ഖ് എന്നാണ് വൃദ്ധൻ. കബീറൻ എന്താ കബീർ എന്ന് പറഞ്ഞാൽ വയസ്സിൽ മുതിർന്ന എന്നുള്ള അർത്ഥത്തിൽ. ഇന്ന ലഹു അബൻ ഷെയ്ഖൻ കബീറ ഫഖുദ് അഹദന മക്കൻ. അതിനാൽ ഖുദ് താങ്കൾ സ്വീകരിക്കുക, എടുക്കുക, അഹദന ഞങ്ങളിൽ ഒരാളെ, മക്കാനഹു അവൻ്റെ സ്ഥാനത്ത് ഞങ്ങളിൽ ഒരാളെ താങ്കൾ എടുത്താലും എന്ന് അവർ പറഞ്ഞു. ഇന്ന നറാക മിനൽ മുഹ്സിനീൻ. തീർച്ചയായും ഞങ്ങൾ നറാക താങ്കളെ കാണുന്നു, മിനൽ മുഹ്സിനീൻ മുഹ്സിനീങ്ങളിൽ. നമുക്ക് വന്നാണ് ഇവിടെ നോക്കി അവരുടെ ആ ഒരു എന്താ, ഒന്ന് അവരുടെ ആ അഭിസംബോധന. എന്താ അഭിസംബോധന? ഒരാളെ അവിടെ അഭിസംബോധന ചെയ്യുമ്പോൾ ശരിക്കും അവർ പിന്നെ ചൊടിച്ച് എളിഭ്യരായിട്ട് നിൽക്കുകയാണല്ലോ. പക്ഷെ എന്നാലും പിന്നെ ഇന്നോടത്ത് ഇന്നത്, ഇന്നപ്പം ഇന്നത്, ഇന്നോലോട് ഇന്നത്, അങ്ങനെ ഉണ്ടല്ലോ. അവർ ഈ അയ്യുഹൽ അസീസ്, ആ അസീസിനുള്ള സ്ഥാനം വക വെച്ചാണ് അവർ വിളിക്കുന്നത്. എന്നിട്ട് അവർ സ്വീകരിക്കുന്ന വസീല ഉണ്ടല്ലോ, ആ മനസ്സ് പിടിച്ച് വിലക്കണ വസീലയാണ്. അതെന്താ? 3 വസീലയാണ് അവർക്കുള്ളത്. അതായത് ഒന്ന് ഇന്നലഹു അബൻ, അദ്ദേഹത്തിനൊരു വാപ്പുണ്ട്, ബിനിയാമീനൊരു ഉപ്പുണ്ട്. ആ ഉപ്പ ആരാണത്? ഷെയ്ഖുൻ വൃദ്ധനാണ്. പിന്നെ കബീർ ആരാ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് പിന്നെ കബീർ വയസ്സേറെയായ എന്നുള്ളതാണ്. കബീർ 2 അർത്ഥത്തിന് പറയും. എന്താ കബീർ? കബീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദീം, മഹാൻ എന്ന അർത്ഥത്തിൽ, അദീം എന്ന അർത്ഥത്തിൽ പ്രയോഗം. കബീർ എന്ന് പറയില്ല, അള്ളാഹു അക്ബർ എന്നാണ്. അള്ളാഹു മഹാനാണ് എന്നല്ലേ, അദീം എന്ന അർത്ഥത്തിൽ. പിന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ ആ നാട്ടിൽ? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കനാൻ ദേശത്തിന് നബിയാണ്, മഹാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് മഹാനായ എന്നാൽ ഷെയ്ഖായ ഒരു വാപ്പുണ്ട് എന്ന് പറയുന്നു. അതല്ല, ചിലർ പറഞ്ഞില്ല, ഷെയ്ഖൻ എന്നതിനെ തൗക്കീദ് ബലപ്പെടുത്താനാണ് കബീർ. അപ്പോൾ എന്താ അർത്ഥം? കബീർ എന്ന് പറഞ്ഞാൽ മുതിർന്നവൻ. കിബർ എന്നതിൽ നിന്നാണ് ഇത് വരുന്നത്, കബീർ വലിയവൻ. അപ്പോൾ പിന്നെ കബീർ എന്ന് പറഞ്ഞാൽ വയസ്സിൽ മൂത്ത എന്നുള്ളതിലും അദീം മഹാൻ എന്ന അർത്ഥത്തിലും വരും, അങ്ങനെ പറയാം. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ആരാ? ഷെയ്ഖൂഖ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം ബാധിച്ച ആൾ എന്നുള്ളതാണ്. സഅമത്നി ഷെയ്ഖൻ വലസ്തു ബി ഷെയ്ഖിൻ ഇന്നമ ഷെയ്ഖു മൻ യദിബു ദബീബ എന്നാണ്. എന്താ പിന്നെ അബുൽ വലീദുൽ അമവി അല്ലെങ്കിൽ ഹനഫി അല്ലെങ്കിൽ അബൂ ഉമയ്യൽ ഹനഫി അദ്ദേഹം പറയാണ്, സഅമത്നി ഷെയ്ഖൻ, ഓളിന്നെ ഷെയ്ഖ് എന്ന് വിളിച്ചു, ആരോപിച്ചു. അവളേതോരവൾ എന്നെ ഷെയ്ഖ് എന്ന് ആരോപിച്ചു. വലസ്തു ബി ഷെയ്ഖിൻ, ഞാൻ ആരല്ല, ഞാൻ ഷെയ്ഖല്ല. ഇന്നമ ഷെയ്ഖു, ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മൻ യദിബു ദബീബ എന്നാണ്. മൻ യദിബു ദബീബ, ഇഴഞ്ഞു നീങ്ങുന്ന ആളാണ്. ഷെയ്ഖ് ഇഴഞ്ഞു നീങ്ങുന്ന ആളാണ്. ഞാൻ വളരെ ആക്റ്റീവാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള എന്നെയാണ് അവൾ ഷെയ്ഖ് എന്ന് വിളിച്ചത്. ഞാൻ ഒരിക്കലും ഷെയ്ഖ് അല്ലാതാണ്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതാണ്, ഇങ്ങനെ വയസ്സായി പിന്നെ ഇഴഞ്ഞു നീങ്ങുന്ന ആൾ എന്നതാണ് അർത്ഥം. പിന്നെ എന്തിനാണ് നമ്മൾ ഷെയ്ഖ് അറിയുന്നത്? ആലിമ്യങ്ങളൊക്കെ ഷെയ്ഖ് എന്നറിയില്ലേ? അതെന്തുകൊണ്ടാണ് ആലിമ്യങ്ങളെ ഷെയ്ഖ് അറിയില്ലേ? ഷെയ്ഖ് 2 എണ്ണം ഉണ്ട്. വയസ്സായ ആൾക്ക് ഷെയ്ഖ് അറിയും. അതാണ് ഇപ്പോൾ ഇവിടെ അബൂ ഉമയ്യ അൽ ഹനഫി പറഞ്ഞത്. പിന്നെ ഷെയ്ഖ് എന്ന് പറയാൻ മൂപ്പര് ഭയങ്കര ഷെയ്ഖാണ് അറിയും. എന്താ ഷെയ്ഖ്? ചിലർ ഷെയ്ഖ് പറഞ്ഞാൽ ഞാൻ ഷെയ്ഖും അല്ല വിത്തേഖും അല്ല എന്ന് പറയും. ചിലർ ഷെയ്ഖിന് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനമാണ്. എന്താ ഷെയ്ഖ്? അറിവുള്ള ആളെന്നല്ലേ.
വാർദ്ധക്യം വയസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തജാറുബും മാരിഫും, തജാറുബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഗുരു ആരാ? ഏറ്റവും വലിയ ഗുരു ആരാ? അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപകൻ, ഗുരു. അപ്പോൾ അനുഭവമാകുന്ന അധ്യാപനങ്ങൾ, അതുപോലെ തന്നെ വിജ്ഞാനങ്ങൾ, അതൊക്കെ നേടാൻ കൂടുതൽ അവസരം ആർക്കാ? വയസ്സ് മൂത്തവർക്കാണ്. അതുകൊണ്ടാണ് ആ ഷെയ്ഖ് ഈ ഷെയ്ഖായത്. വയസ്സായവനെ ഷെയ്ഖ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അലാ കുല്ലിൻ ഇവിടെ ഈ സഹോദരങ്ങൾ ഈ അസീസിൻ്റെ മനസ്സ് കനിയാൻ, അസീസിൻ്റെ മനസ്സൊന്ന് കനിയാൻ സ്വീകരിക്കുന്ന വസീല 3 എണ്ണാണ്. ഇന്നലഹു തീർച്ചയായും അദ്ദേഹത്തിനുണ്ട് അബുൻ എന്ന് പറഞ്ഞാൽ ഹുനുവുൽ ഉബുവ, പിതൃത്വത്തിൻ്റെ ആ ആർദ്രത, കനിവ്, അതാണ് അവിടെ വിഷയം. പിന്നെ ഷെയ്ഖുഹത്തിൻ്റെ ആ ഒരു സ്ഥാനം, ആ ഷെയ്ഖുഹത്തിൻ്റെ സ്ഥാനവും, പിന്നെ അദ്ദേഹം ഒരു മഹാനാണ് നാട്ടിൽ, ആ ഒരു വിഷയം. ഇതൊക്കെ പരിഗണിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫഖുദ് അഹദന മക്കാനഹു എന്ന്. നമ്മുടെ ദീനിൽ ഈ ആയത്തിനെ പുരസ്കരിച്ചിട്ട് ഈ മുതിർന്നവർക്കുള്ള ഒരു സ്ഥാനമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ഈ ആയത്തിൻ്റെ വിഷയത്തിൽ വയസ്സിൽ മുതിർന്നവർ എന്നും ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ലൈസ മിന്നാ മല്ലം യർഹം സഗീറന വലം യുവക്കിർ കബീറന. നമ്മളിൽ കബീറിനെ ആദരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. വയസ്സിൽ മുതിർന്നവരെ ആദരിക്കണം, അല്ലാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ മിസ്വാക്കുണ്ട്. 2 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് വന്നു. അപ്പോൾ ഒന്നിൽ ഒരു മുതിർന്ന ആളുമാണ്, പിന്നെ ഒന്നൊരു കുട്ടിയാണ്. കുട്ടിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് നൽകിയത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടു, കബ്ബിർ. എന്താ കബ്ബിർ? ആ മുതിർന്നവന് മുന്തിപ്പിക്കാൻ, മുതിർന്നവന് കൊടുക്കാൻ പറഞ്ഞു, കുട്ടിക്കല്ല, മുതിർന്നവന് കൊടുക്കാൻ പറഞ്ഞു. കബ്ബിർ മനസ്സിലായി? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കൽ ഈ ഹയ്യീസ എന്ന് പറഞ്ഞ 2 സഹാബികൾ വന്നു. മുഹയ്യീസയും ഹയ്യീസയും സാദ്. ഒരു വ്യക്തി കൊല്ലപ്പെട്ട വിഷയത്തിൽ ഖൈബറിൽ വെച്ചാണത്. ഖൈബറിൽ ഒരു വ്യക്തി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വന്നു. ഹയ്യീസ എന്നീ 2 പേർ. അതിൽ ഹയ്യീസ ചെറുതാണ്, മുഹയ്യീസ വലുതാണ്. ഈ വിഷയം സംസാരിക്കണത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദ്യം ഹയ്യീസൻ ചെറുതാ സംസാരിക്കണം. അപ്പോൾ റസൂൽ പറയാണ് കബ്ബിർ. എന്താ കബ്ബിർ? സംസാരിക്കാനുള്ള അവസരം വലിയ മുതിർന്നവന് കൊടുക്കാൻ പറഞ്ഞു, വലിയ ആൾക്ക് കൊടുക്കാൻ പറഞ്ഞു. അത് നമ്മൾ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടുള്ള ഒരു മര്യാദയാണ് ഈ മുതിർന്നവരെ ആദരിക്കുക എന്നുള്ള വിഷയം. അത് ഈ ആയത്തിൻ്റെ ഒരു തേട്ടത്തിൽ നിന്ന് പണ്ഡിതന്മാർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ശേഖൻ കബീർ ഫഖുദ് അഹദന മക്കാനഹു, ഫഖുദ് അതിനാൽ താങ്കൾ എടുക്കണം, അഹദന ഞങ്ങളിൽ ഒരാളെ, മക്കാനഹു അവൻ്റെ സ്ഥാനത്ത് എടുക്കണം എന്ന് പറയണം. ഇന്ന നറാക മിനൽ മുഹ്സിനീൻ, തീർച്ചയായും ഞങ്ങൾ നറാക താങ്കളെ കാണുന്നു, മിനൽ മുഹ്സിനീൻ നമ്മൾ പറഞ്ഞതാണ്, പല പ്രാവശ്യം നമുക്ക് വന്നതാണ്. നല്ലത് ചെയ്യുന്നവരിൽ, സൽപ്രവൃത്തികൾ ചെയ്യുന്നവരിൽ, സുഹൃതവാന്മാരിൽ താങ്കളെ ഞങ്ങൾ കാണുന്നു എന്ന് അവർ പറയണം. നോക്കണം, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലായപ്പോൾ എന്താ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്? ജയിലിലായപ്പോൾ ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞില്ലേ? ജയിലിനകത്തായപ്പോഴും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? മുഹ്സിനാണ്. കൊട്ടാരത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുമ്പോഴും അവിടെ കൈകാര്യകർത്തൃത്വമുള്ളവനായപ്പോഴും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? മിനൽ മുഹ്സിനീൻ എന്നുള്ളതാണ്. അത് ഇഹ്സാൻ്റെ ഒരു പ്രാധാന്യം, ഒരു വ്യക്തി മുഹ്സിനാകുക എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു മഹത്വം, അതൊക്കെയാണ് അത് അറിയിക്കുന്നത്. ഈ ആയത്തിന് എൻ്റെ ഒരു വിഷയമുണ്ട്. അതൊരു ഇമാം ഇബ്നുൽ ജൗസി, അദ്ദേഹത്തിന് സയ്യിദുൽ ഖാത്തിർ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. അപ്പോൾ ഈ സയ്യിദുൽ ഖാത്തിറിൽ അദ്ദേഹം ഒരു ഇബ്നുൽ ജൗസി ഒരു വിഷയം പറയുന്നത് എന്താ വെച്ചാൽ, അബൂ അലി ഇബ്നുൽ അഖീൽ എന്ന് പറഞ്ഞൊരു കർമ്മശാസ്ത്ര പണ്ഡിതനുണ്ടായിരുന്നു. ഇബ്നുൽ അഖീൽ എന്ന പേരിൽ പ്രസിദ്ധനാണ്. ഇബ്നുൽ അഖീൽ കുറേ ഉണ്ട്, വലിയ പണ്ഡിതന്മാരായിട്ട് കുറേ ഉണ്ട്. അതിൽ അബൂ അലി ഇബ്നുൽ അഖീൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ആകെ ഒരു കുട്ടി,
ഒരു കുട്ടിയുണ്ടായിന്. അതും കുറേ കാലം കഴിഞ്ഞുണ്ടായൊരു കുട്ടിയാണ്. ആ കുട്ടി മരണപ്പെട്ടപ്പോൾ പിന്നെ അബു അലി ബിൻ അഖീലിന് ഭയങ്കര ടെൻഷനും വിഷമവും ഉണ്ടായി കുട്ടീൻ്റെ വിയോഗത്തിൽ. ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന പറയണ്ടല്ലോ. അങ്ങനെ പിന്നെ ഇബ്നുൽ ജൗസി പറയാണ്, ഈ കുട്ടീനെ മറമാടാൻ വേണ്ടിയിട്ട് മക്ബറയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു വ്യക്തി അതിനെ കബറക്കെടുത്താക്കാൻ പോവുകയാണ്. കബറക്കെടുത്താക്കാൻ പോകുമ്പോൾ ഒരു വ്യക്തി, യാ അയ്യുഹൽ അസീസ് ഇന്ന ലഹു അബൻ ശൈഖൻ കബീറ ഫഖുദ് അഹദന മക്കാനഹു ഇന്ന നറാക മിനൽ മുഹ്സിനീൻ എന്ന് ഓതി എന്നാണ്. എന്താ അതിൻ്റെ ഉദ്ദേശം? എന്തെങ്കിലും ഉദ്ദേശം പറയും. എന്തിനാ അയാളത് അവിടെ ഓതിയത്? ഇവിടെ യാ അയ്യുഹൽ അസീസ് എന്ന് പറയുന്ന ആരാണ്? അസീസ് യൂസുഫ് അല്ലേ? അയാളെ ഖബറിൻ്റെ അക്കത്തുനിന്ന് ഓതിയപ്പോൾ ആരാ ഉദ്ദേശിക്കുന്നത്? അല്ല, അസീസ് എന്ന് അള്ളാഹ്ക്ക് അസീസ് പേരില്ലേ? അള്ളാഹുവിന് അൽ അസീസ് എന്ന് പേരുണ്ട്. പക്ഷെ അള്ളാഹു അൽ അസീസ് എന്ന് പറയുമ്പോൾ എന്താ? അള്ളാഹു അൽ അസീസ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും മീതെ ജയിച്ച് നിൽക്കുന്നവനാണ്. ആരെയും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലാവരെയും ജയിച്ച് നിൽക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവാണ് ദുൽ ഇസ്സത്തുള്ളവൻ, യഥാർത്ഥ പിന്നെ ജയവും അധികാരവും ഒക്കെ ഉള്ളവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അസീസ് പൂർണ്ണാർത്ഥത്തിലാണ് അള്ളാഹു അൽ അസീസ്. പക്ഷെ പടപ്പുകളിൽ ചിലരെ കുറിച്ച് അൽ അസീസ് എന്ന് പറയാം. ഇപ്പം ഇമ്രഅത്തുൽ അസീസ്, അത് അസീസാണ്. ഈ അൽ അസീസ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇമ്രഅത്തുൽ അസീസ്, അസീസിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ജയിച്ചു നിൽക്കണ അസീസാണ്. സ്വന്തം ഭാര്യൻ്റെ വിഷയത്തിൽ വരെ എത്ര പരാജയപ്പെട്ടയാൾ, എത്ര ഭാര്യൻ്റെ വിഷയത്തിൽ. ആ ഭാര്യന് പിന്നെ യൂസുഫ് എന്ന് പറയുന്ന സുമുഖനും സുന്ദരനും കുമാരനുമായ വ്യക്തിയെ ഒരു വീട്ടിൽ നിശ്ചയിച്ച ആളാണ് ആര്? അൽ അസീസ്. അസീസ് മിസ്ർ. അതൊക്കെ എത്ര പിന്നെ അപര്യാപ്തതയാണ് അറിയിക്കുന്നത്, എത്ര പോരായ്മകളെയാണ് അറിയിക്കുന്നത്. ഒരു വ്യക്തി എത്ര പിന്നെ മോശം എന്നുള്ളതാണ് അത് അറിയിക്കുന്നത്. അപ്പോൾ പടപ്പുകളിൽ ചിലരെ കുറിച്ച് അൽ അസീസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഉദ്ദേശം ഒന്ന് വേറെയാണ്. അള്ളാഹു അൽ അസീസ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണ അർത്ഥത്തിൽ ഇസ്സത്തിൻ്റെ വിഷയമാണ്. ഇവിടെ അൽ അസീസ് എന്നുള്ളത് പിന്നെ ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത് അള്ളാഹിനെയാണ്. അയാൾ പറയണ ഈ കുട്ടീൻ്റെ മയ്യത്ത് കബർക്കൊക്കെ പറയണ യാ അയ്യുഹൽ അസീസ് ഇന്ന ലഹു അബൻ ശൈഖൻ കബീർ. ആരും ഉദ്ദേശിച്ചാണ് പറയുന്നത്? അബു അലി ഇബ്നു അഖീലിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഫഖുദ് അഹദന മക്കാനഹു, കുട്ടിക്ക് വരെ ഞങ്ങളുടെ ഒരാൾ ഈ കബറിൽ തള്ളിയിടാനാണ് പറയുന്നത്. പക്ഷേ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയിട്ടുള്ളത് പിന്നെ വിഷമിക്കാനല്ല, വേദനിക്കാനല്ല, ടെൻഷനേറ്റാനല്ല. പിന്നെയോ ടെൻഷനെ പോക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സ്ഥാനത്ത് ഈ ഖുർആൻ ഓതരുത്. ടെൻഷൻ ഉണ്ടാക്കാനല്ല ഖുർആൻ, ടെൻഷൻ പോക്കാനാണ്. അതുകൊണ്ട് നിങ്ങളൊരിക്കലും അങ്ങനെ ഖുർആനെ ദുരുപയോഗപ്പെടുത്തരുത് എന്ന് അവിടെ പിന്നെ ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. ചില ആളുകളുടെ അല്ല ഈ ഇങ്ങനെ പിന്നെ വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളെ ദുരുപയോഗം ചെയ്യും, അസ്ഥാനത്തും ഒക്കെ ഉപയോഗിക്കും. ഈ ഇഖ്തിബാസ് എന്ന് പറഞ്ഞിട്ടൊരു വിഷയമുണ്ട്. ഇഖ്തിബാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചില ഖുർആൻ പ്രയോഗങ്ങളെ ഉദ്ധരിക്കും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ യുദ്ധത്തിന് പോയപ്പോൾ പിന്നെ അല്ലാഹു അക്ബർ ഖൈബർ എന്ന് പറയുന്നുണ്ട്. അല്ലാഹു അക്ബർ ഖൈബർ തീർന്നു എന്ന് പറയുന്നു. എന്നിട്ട് പറയാം ഇന്ന ഇദാ നസൽന ബിസാഹത്തിൻ, ഞങ്ങളൊരു സാഹത്തിൽ വന്നിറങ്ങിയാൽ ഫസാ സബാഹുൽ മുൻദരീൻ എന്ന് പറയുന്നത്. ഫസാ സബാഹുൽ മുൻദരീൻ, മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ ആ പ്രഭാതം എത്ര മോശമാകുന്നു എന്ന് പറയുന്നു. അവിടെ ഈ ഫസാ സബാഹുൽ മുൻദരീൻ എന്നുള്ളത് എന്താ? ഫസാ സബാഹുൽ മുൻദരീൻ എന്നുള്ളത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയം അതെന്ത് ചെയ്യണം? അവിടെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. മനസ്സിലായി? ഇതിനാണ് ഇഖ്തിബാസ് എന്ന് പറയാം. സ്ഥാനത്ത് നല്ലൊരു ഉദ്ദേശത്തിലാകുമ്പോൾ ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ ചില പ്രയോഗങ്ങൾ എന്ത് ചെയ്യുക? ഉദ്ധരിക്കാം. ആ വിഷയത്തിൽ ചില കിതാബുകൾ വരെ കാണാം. ഇങ്ങനെ പിന്നെ വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ എടുത്ത് ഉദ്ധരിച്ച് പിന്നെ ഉദ്ധരിക്കുന്ന വിഷയത്തിൽ. അതേസമയം ചില ആളുകൾ ഇത് ഉദ്ധരിക്കണം എങ്ങനെ? ഇതേപോലെ ഇതൊന്നും ആലോചിച്ച് നോക്കിയിട്ട് എന്താ ഇവിടെ ഈ അയ്യുഹൽ അസീസ് എന്നുള്ളത് അള്ളാഹിനെ വിളിക്കുന്നത്? അള്ളാഹാണ് അവിടെ. പിന്നെ ആ ഒരു വിഷയം നോക്കി നിങ്ങൾ ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വിധിച്ചു, അതിന് പകരം ഇനി വേറൊരാളെ
മരിപ്പിക്കുക, എന്നിട്ട് അയാളെ കുടുംബം വ്യസനിക്കുക, വേദനിക്കുക തുടങ്ങിയ വിഷയങ്ങൾ. ഇബ്നു അഖീൽ അത് പറഞ്ഞു. അള്ളാഹു ഖുർആൻ ഇറക്കിയത് ആരും ടെൻഷൻ അടിക്കാനല്ല, ഉള്ള ടെൻഷൻ പോക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ദുരുപയോഗപ്പെടുത്തുന്നത് ശ്രദ്ധിക്കണം. ഇമാം പിന്നെ ഖാദി ഇയാദ് ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. നേരെ ഒരു വ്യക്തി വീട്ടിലേക്ക് ഒരു ഭക്ഷണം വാങ്ങിയിട്ട് ചെല്ലുകയാണ്. നമുക്ക് വീട്ടിൽ പാർസലാക്കി ചെല്ലുമല്ലേ, അതേപോലെ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിയിട്ട് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുറേ കാലം മുമ്പായിട്ടത് ഭക്ഷണം വാങ്ങി ചെല്ലുമ്പോൾ ഒരു തുഫൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിന്നോടത്തൊക്കെ ചെറിയിലൊക്കെ ഇരിക്കണ ചങ്ങാതി തുഫൈലി പിന്നെ ഇത് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പിന്നാലെ ചെന്ന് അപ്പോൾ ഈ ഭക്ഷണം വാങ്ങിയ ആളുണ്ടല്ല, അയാളിത് കണ്ടിട്ടുണ്ട്. അയാൾ മൈൻഡ് ചെയ്യാതെ ഇതായിട്ട് പെരയ്ക്കാൻ കയറിപ്പോയി. അന്നത്തെ കാലത്ത് പിന്നെ ഈ സാഹ ഉണ്ടാവും, അവിടെ ഭക്ഷണം വെച്ച് അയാളെ മക്കൾക്ക് വാങ്ങിക്കൊണ്ടെന്നാണ്. അത് പെൺമക്കളാണ്. ആ പെൺമക്കളൊക്കെ വിളിച്ചിട്ട് പിന്നെ ഇത് ഭക്ഷണത്തിന് തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ ഈ പുറത്തേക്കുന്ന തുഫയിലുണ്ടല്ലോ, ഓനിക്ക് ഈ വായിലൊക്കെ ഓനിക്ക് പിന്നെ ഇത് ഇവിടെ മുറ്റത്ത് തിന്നണമെന്നുള്ളത് കണ്ടപ്പോൾ ഓൻ ഇത് മതിലിൻ്റെ മുകളിൽ കയറി എന്നിട്ട് ഇതിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഈ വ്യക്തിയും അയാളുടെ മക്കളും പെൺമക്കളും ഇത് തിന്ന്. അപ്പോഴാണ് ഇയാൾക്ക് ശ്രദ്ധയിൽപ്പെട്ടത് ഈ പെൺമക്കളെ കാണല്ലേ ചങ്ങാതി, ഓന് കയറിയിരിക്കുന്നത് ഇത് തിന്നാൻ വേണ്ടിയിട്ട് വിളിക്കാനാണ്. അപ്പം അയാൾ ഒച്ചട്ട് പറഞ്ഞ്, നിൻ്റെ പെൺമക്കളെല്ലാം നോക്കിയിരിക്കുക, നീ മതിൽമ കയറിയിട്ട് ഇറങ്ങിപ്പോന്ന് പറയുന്നു. അപ്പോൾ ഓൻ അവിടെ ഇരുന്നിട്ട് ഓതാണ് ആയത്ത്. എന്താ സുഹൃത്ത് ഹൂദയിലും കണ്ട് പറയുന്നില്ല, എന്താണ് മാലനാഫി ബനാത്തിക മിൻ ഹഖീൻ അവൈനക്കല്ല താലം മാനുരി. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ പെൺമക്കളൊന്നും നമുക്ക് വേണ്ട എന്നുള്ളതാണ്. അതെന്താ വിഷയം ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് മലക്കുകൾ വന്നില്ലേ, ലൂത്ത് ആ ജനതയെ നശിപ്പിക്കാൻ. അപ്പോൾ പിന്നെ ആളുകൾ എന്ത് ചെയ്യണം, ഈ അതിഥികൾ, മലക്കുകൾ എങ്ങനെയാണ്, ഈ അതിഥികൾ മനുഷ്യവേഷത്തിലല്ല, യുവാക്കളുടെ വേഷത്തിലാണ്. അപ്പോൾ ലൂത്തിൻ്റെ ജനത എന്ത് ചെയ്യാണ്, ഈ അതിഥികളെ പ്രാപിക്കാൻ വേണ്ടി വരികയാണ്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അതിഥികളെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഇതെൻ്റെ അതിഥികളാണ്, അതിഥികളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ വഷളാക്കല്ലേ. ഹാവുലായി ബനാത്തി ഹുന്ന അത്ഹർലക്കും, ഇതാ എൻ്റെ പെൺമക്കൾ, അവർ നിങ്ങൾ കല്യാണം കഴിച്ചോളിയും, അവരാണ് നിങ്ങൾക്ക് വിശുദ്ധമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആ ജനത പറയുന്നതാണെന്ത്, ലൂത്തെ നിനക്കറിയാം, നിൻ്റെ പെൺമക്കളെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിനക്ക് അറിയാമെന്ന് പറയണം. ഞങ്ങൾക്ക് എന്താ വേണ്ടത്? അവർ പറയണത് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ അതിഥികളെയാണ്, നിങ്ങളുടെ പെൺമക്കളല്ല എന്നാണ്. ആ ആയത്താണ് ഇവൻ ഓതുന്നത്. എനിക്ക് നിങ്ങളുടെ പെൺമക്കളെ വേണ്ട, എനിക്കെന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്താ വേണ്ടത്? തിന്നലാണ്. ഇതേപോലെ നോക്കിയാൽ ഇതെന്തൊരു അക്രമമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മുറാദിലാണ് ഒരു ആയത്ത് ഇറക്കിയത്, ആയത്തിന് നേരെ തങ്ങളുടെ സ്വാർത്ഥതകൾക്ക് വേണ്ടിയിട്ട് തിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ ദുരുപയോഗം ചെയ്യുക. നമ്മളുടെ ഈ ആയത്തിൻ്റെ വിഷയത്തിൽ ഇമാം ഇബ്നുൽ ജൗസി പറഞ്ഞ ഒരു ചരിത്രം ഞാനിവിടെ ഓർത്തത്, അത് വായിച്ചത്. അദ്ദേഹത്തിൻ്റെ സയ്യിദുൽ ഖാത്തിർ, യാ അയ്യുഹൽ അസീസു ഇന്ന ലഹു അബൻ ശൈഖൻ കബീറൻ ഫഖുദ് അഹദനാ മകാനഹു ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. അബൂബക്കർ റളിയല്ലാഹു തആലാൻ്റെ ഉപ്പ വാർദ്ധക്യത്തിൽ വളഞ്ഞൊട്ടി നരച്ച് ആകെ കഅന്നഹു സുഗാമത്തുണ്ടാണ്. സുഗാമ എന്ന് പറഞ്ഞാൽ ഇലയും പൂവൊക്കെ വെളുത്ത ഒരു മരത്തിനാണ് പറയുക സുഗാമ. ഇലയും അതിൻ്റെ പൂക്കളും ഒക്കെ വെളുത്തിട്ടുള്ള ഒരു മരം. അതേപോലെയായിരുന്നു അബൂബക്കറിൻ്റെ ഉപ്പ എന്നാണ്. അത്ര വയസ്സായിരുന്നു. മക്കം ഫതഹിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ മുസ്ലിം സൈന്യം പെട്ടെന്നാണല്ലോ വരുന്നത്. മുസ്ലിം സൈന്യം വന്ന് ദീത്തുവയിലെത്തിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആലാൻ്റെ ഉപ്പ അബൂ ഖുഹാഫ ഇളയ മകൾ അബൂബക്കറിൻ്റെ ചെറിയ പെങ്ങളെ കയ്യും പിടിച്ചിട്ട് ജബൽ അബീ ഖുബൈസിൻ്റെ മുകളിൽ കയറുക. അബീ ഖുബൈസിൻ്റെ മുകളിൽ, അബീ ഖുബൈസ് അറിയാലോ, സഫ കുന്നിൻ്റെ നേരെ ഇന്ന് രാജകൊട്ടാരം നിൽക്കുന്ന ആ മലയാണ് അബീ ഖുബൈസ്. അതിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കുകയാണ്. നോക്കുമ്പോൾ വാപ്പാക്ക് കാഴ്ചയില്ല, നേരിട്ട് കാഴ്ചയില്ല. അതുകൊണ്ടാണ് മോളെ പിടിച്ചിട്ട് കയറിയത്. എന്നിട്ട് മോളോട് പറയാണ് എന്താണ് അവിടെ കാണുന്നതെന്ന്. അപ്പോൾ മോള് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ പിന്നെ ഇരുണ്ട രൂപം അങ്ങോട്ടും കൊണ്ട് ഇങ്ങനെ പായാണ്, മുന്നിലൊരാളുണ്ട് നയിക്കുന്നതെന്നൊക്കെ പറയാണ്. അപ്പോൾ പറയാണ് അത് സൈന്യമാണ്,
ആ സൈന്യത്തെ നയിക്കുന്ന ആളാണെന്നൊക്കെ അബൂ ഖുഹാഫ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് മകളോട് പറയുന്നത് നമുക്ക് വേഗം പെരീക്കുക ഇറങ്ങുക എന്ന് പറയാണ്. പക്ഷേ മോള് വാപ്പാൻ്റെ കയ്യും പിടിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് സൈന്യം എടുത്തി ജബൽ ഖുബൈസിൻ്റെ അബി ഖുബൈസിൻ്റെ താഴത്തെത്തി. അത് പിന്നെ അതൊന്നുമായിട്ട് 10,000 വരുന്ന സൈന്യം, പിന്നെ അവിടെയുള്ള ആളുകൾ ഇതൊക്കെ അല്ലേ. അതോടുകൂടി അബൂബക്കറിൻ്റെ പെങ്ങളുടെ കഴുത്തിലൊരു തൗക്ക് ഉണ്ടായിരുന്നു. തൗക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഒരു എന്തായാലും പറയാം മാല, അത് മോഷണം പോയി. അതാരാ അതിൻ്റെ അടിയിൽ കവർന്നു. പിന്നെ അതുകൊണ്ട് തന്നെ മക്കം ഫത്തയിൽ അബൂബക്കറിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എൻ്റെ സഹോദരിയുടെ തൗക്ക് ആരാണ് എടുത്തത് തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് വളരെ വിഷമിച്ചിട്ട് അബൂബക്കറിന്. ഏതായാലും അവിടെ വിഷയം ഈ അബൂ ഖുഹാഫ അപ്പോഴും ഇസ്ലാം സ്വീകരിച്ചില്ല. അബൂബക്കറിൻ്റെ വാപ്പ സ്വീകരിച്ചില്ല. മകൻ ഒന്നാമത് ഇസ്ലാം സ്വീകരിച്ചു, വാപ്പ അപ്പോഴും ഇല്ല, സ്വീകരിച്ചില്ല. അപ്പോൾ പിന്നെ അബൂബക്കറിന് പോയിട്ട് വാപ്പാനെ പെരയിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വയസ്സായി ഇങ്ങനെ വെളുത്ത് ആകെ നിരച്ച്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഷെയ്ഖിനെ വീട്ടിൽ വിട്ടിച്ചുകൂടായിരുന്നില്ലേ, നമ്മൾ അങ്ങോട്ട് ചെല്ലുമായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, വഹുവ അഹഖു അൻ യഅതിയക മിൻ അൻ തഅതിയഹു, താങ്കളുടെ അടുക്കലേക്ക് മൂപ്പര് വരാനാണ് ഏറ്റവും കടപ്പെട്ടത്, നിങ്ങൾ അങ്ങോട്ടല്ലല്ലോ വേണ്ടത്, ബാപ്പ ഇങ്ങോട്ട് വരികയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ഇങ്ങനെ തടവി. അങ്ങനെ അദ്ദേഹം പിന്നെ ഇസ്ലാം സ്വീകരിക്കണം. അപ്പോഴാണ് അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കണം, അബൂബക്കറിൻ്റെ വാപ്പ. അപ്പോൾ ഈ രൂപം കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഗയ്യിറു ഹാദ ശൈബ്, ഈ നര മാറ്റാൻ പറയുന്നുണ്ട്. ആകെ താടി മുടി ഒക്കെ നരച്ച്. അപ്പോഴാണ് പറയുന്നത് ഈ ഷൈബ് മാറ്റാൻ. അവിടെ വിഷയം ഇതാണ്, പിന്നെ ഈ ഷെയ്ഖിനെ അവിടെ വീട്ടിൽ നിർത്തിക്കൂടായിരുന്നില്ലേ, നമ്മളങ്ങോട്ട് ചെല്ലല്ലേ വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അത് ഈ ഷെയ്ഖിനോടുള്ള, മുതിർന്നവരോടുള്ള ഒരു ആദരവിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയിൽ നമ്മൾ പ്രത്യേകം വായിക്കുന്നൊരു വിഷയമാണ് ഈ മുതിർന്നവരെ ആദരിക്കുക, അതേപോലെ തന്നെ ബഹുമാനിക്കുക എന്നുള്ള വിഷയം. ഈ ആയത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കുറേ ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. പിന്നെ ഒപ്പം ഇവിടെ കാലു അവർ പറഞ്ഞ ആ ഒരു പിന്നെ വസീലയുടെ വിഷയം, യാ അയ്യുഹൽ അസീസു ഇന്ന ലഹു അബൻ ശൈഖൻ കബീറൻ എന്നുള്ളത്. ആ അസീസിൻ്റെ മനസ്സലിഞ്ഞ് ഈ ബിനിയാമീനെ പിടിച്ചു വെക്കാതെ അതിന് പകരം ഒരാളെ ഈ സഹോദരങ്ങളിൽ നിന്ന് പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു വസീല, മനസ്സിലായില്ലേ? അതാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ബാക്കി ഇതേപോലെ ഇതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇതിനില്ല ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇനി വരുന്നത്. ഭരണാധികാരികളൊക്കെ ഷെയ്ഖ് എന്ന് വിളിക്കുന്നത് ഈ പ്രായമൊക്കെ ചെന്ന ആളുകളായിരിക്കും പൊതുവേ ഭരണാധികാരികൾ, മുതിർന്നവർ എന്ന്. അപ്പോൾ അവർക്ക് കൂടുതൽ എന്തുണ്ടാകും, പരിജ്ഞാനങ്ങളുണ്ടാകും. അതിപ്പോൾ രാഷ്ട്രീയത്തിലാകട്ടെ, സാമൂഹിക വിഷയങ്ങളിലാകട്ടെ, മറ്റു വിഷയങ്ങളിലൊക്കെ ആകട്ടെ, അനുഭവ സമ്പത്തും പരിജ്ഞാനവും കൂടുതൽ കാലം പിന്നൊരുതിനനുസരിച്ച് കിട്ടും. ചില ആളുകൾ അങ്ങനെ എത്ര കാലം ജീവിച്ചിട്ടും കാര്യമല്ല, അവർക്ക് പഠിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി ഉണ്ടാവില്ല. അതേസമയം ചിലരങ്ങനെയല്ല, കാലപ്പഴക്കത്തിനനുസരിച്ച് എന്ത് ചെയ്യും, അവർക്ക് നല്ല അറിവും അനുഭവങ്ങളും ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ചില ആളുകളെ ഇപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഷെയ്ഖ് അറിയും. അതിനൊന്നും ഒരു പൊതുവിധിയില്ല. പൊതുവിധി എന്താ, അത് നമ്മൾ പറഞ്ഞത് ഒറ്റപ്പെട്ട കേസുകളുണ്ടാകും, അതിന് നമുക്കൊരു പൊതുവിധി പറയാൻ പറ്റില്ല.